ഹലോ മക്കളെ, സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നറിയാം. നമ്മൾ റിപ്പീറ്റേഴ്സിനോട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സീരീസ് ചെയ്തിരുന്നു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെന്റർഷിപ്പ് ആയിട്ട് തരാൻ വേണ്ടിയിട്ട്. ആൻഡ് കുറച്ച് കാലമായിട്ട് നമ്മളതൊരു പെൻഡിങ്ങിലായിരുന്നു. നമ്മൾ ഡോപ്പയിലെ റിപ്പീറ്റേഴ്സിന്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ചധികം തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയും അതുപോലെ വീട്ടിൽ നിന്ന് പോയി വരുന്ന സ്റ്റുഡൻസിനെയാണ്. കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം വീട്ടിലെ പെർഫോമൻസ് എങ്ങനെ പീക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസുകൾ പീക്ക് ചെയ്യിക്കുക എന്നുള്ളത്. സോ നിങ്ങൾ വീട്ടിലായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിഫറെന്റ് ടിപ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഡിസ്കസ് വൺ ബൈ വൺ. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ വേണം എന്നുള്ളതാണ്. അതിപ്പോ വീട്ടിലിരുന്ന് പഠിച്ചാലെന്നല്ല, എവിടെ ഇരുന്ന് പഠിക്കാനാണെങ്കിലും എവിടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും നമുക്കൊരു ഷെഡ്യൂൾ വേണം. കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ഫുൾ ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് ബന്ധസ്ഥരാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിലെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെഡ്യൂൾ ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് എല്ലായ്പ്പോഴും പറ്റണം എന്നില്ല. ആ ഒരു സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരെ കൂടി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റാളുകളും അവരുടെ ഷെഡ്യൂൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സോ മിക്കവാറും പല സമയത്തും കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാർ വീട്ടിൽ അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ട്, വീട്ടിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു വഴി വെട്ടിയിട്ട് ആ വഴിയിലേക്ക് വീട്ടുകാർ വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വീട്ടുകാർക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും. മേ ബി നിങ്ങളുടെ അനിയത്തിമാര് അവരൊക്കെ വന്നിട്ട് കളിച്ച് ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി മാറും. സോ അവർ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള സമയത്തോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ ഇല്ലാതെ അവർ ഉറങ്ങുന്ന സമയത്തോ അവർ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആവുന്ന സമയത്തോ നമ്മുടെ സീരിയസ് കാര്യങ്ങൾ വെക്കുക. സോ അത്തരത്തിൽ വീട്ടുകാരുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ ഡോപ്പയിലാണെങ്കിൽ നമ്മുടെ റെഗുലർ ഷെഡ്യൂൾ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനകത്ത് തന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അനുസരിച്ച് ഷെഡ്യൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഷെഡ്യൂളിൽ എന്തെങ്കിലും അപര്യാപ്തതകൾ, പോരായ്മകൾ, കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടുകാർക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോയാലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സ്പേസ്, അതായത് നമ്മുടെ സ്റ്റഡി ഏരിയ. നമ്മൾ വർക്ക് ചെയ്യാണല്ലോ, കണ്ടിന്യൂസ്ലി ഇരുന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സ്റ്റഡി ഏരിയ അത് ഡെസിഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് കുട്ടികളുടെ വീട്, നമ്മൾ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ വീട് ഡോപ്പയുടെ ഭാഗത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടപ്പം ഒരുപാട് കുട്ടികൾ വളരെ വൃത്തിയായിട്ട് അത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ആളുകളെങ്കിലും മൾട്ടിപ്പിൾ ഏരിയാസ് സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഏരിയാസ് യൂസ് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷെ അതിനൊരു ചിട്ടയും ക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. സപ്പോസ് നമ്മൾ നടന്ന് വായിക്കുകയാണെങ്കിൽ ഇന്ന ഒരു സ്ഥലം യൂസ് ചെയ്യും, ആൻഡ് ഇരുന്ന് വായിക്കുകയാണെങ്കിൽ ഇന്നൊരു സ്ഥലം യൂസ് ചെയ്യും. പിന്നെ കിടന്ന് വായിക്കാവുന്ന ഒരു സാധനത്തിന് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ബെഡുള്ള ഏരിയയിലേക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്ഥലം നമ്മൾ കൃത്യമായിട്ട് വരച്ചിട്ട പോലെ, കൃത്യമായിട്ട് നിശ്ചയിച്ച് വെച്ച പോലത്തെ ഒരു സ്ഥലം വേണം. ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റാതിരിക്കുക. കാരണം ആ ഒരു എൻവയോൺമെന്റ് നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്റ്റഡി ടേബിൾസ് ഉണ്ടാവും. അതുപോലെ നമുക്കും ഒരു സ്റ്റഡി ടേബിൾ, പറ്റിയാൽ ഒരു സ്റ്റഡി റൂം, അത് കാമായിട്ടുള്ള നല്ല ഒരു സ്ഥലമായിട്ട് അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള കാര്യമാണ്. സോ നമ്മുടെ വർക്ക് സ്പേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുള്ള സൗകര്യം അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നോ ടു ദ ബെഡ്. അതിനകത്ത് ഇൻക്ലൂഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. സോ ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, മൂന്നാമത്തെ കാര്യം ഈസ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചൂട് പിടിക്കുന്നതിന് മുന്നേ നമുക്കറിയാം, എല്ലാ ദിവസവും വീട്ടിലെ കാര്യങ്ങൾ തുടങ്ങുക, എല്ലാവരും എണീറ്റ് വരിക എന്നൊക്കെ പറയുന്ന ഒരു 7 മണി സമയത്തേക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവരെല്ലാവരും വേക്കപ്പ് ആയി 7 മണിക്ക്, ഒരു 7:30, 8 മണി, 8:30 ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹീറ്റപ്പ് ആവും കാര്യങ്ങൾ. എല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഹീറ്റപ്പ് ആവും, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഹീറ്റപ്പ് ആവും. അപ്പൊ ആ ഒരു ഭയങ്കര റഷ് വരുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് ആവരുത് നമ്മൾ എണീക്കുന്നത് എന്നുള്ളതാണ്. അത് എനിക്കറിയാം കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഗെറ്റ് അപ്പ് ഏർലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങാം. സപ്പോസ് എസ്പെഷ്യലി നമ്മൾ വീട്ടിലാണെങ്കിൽ, ഹോസ്റ്റലിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കിടന്നുറങ്ങി ഉച്ചയ്ക്ക് എണീറ്റാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ വീട്ടിലിരിക്കുന്ന കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. എന്റെ സജഷൻ ആണ്, ഏർലി എണീക്കുക. ഏർലി എണീറ്റ് കഴിഞ്ഞിട്ട് ഡൈവ് ഇൻ ഇട്ട്, എന്താ പറയാ, പെട്ടെന്ന് അതിലേക്ക് ഡൈവ് ചെയ്യുക, അതിന്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടുക. എന്തിന്റെ ഉള്ളിലേക്ക്? നമ്മൾ പഠനത്തിന്റെ ഉള്ളിലേക്ക്. അതിനൊട്ടും സമയം വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 5:30 എണീറ്റ് കഴിഞ്ഞാൽ 5:45 പഠിക്കാൻ തുടങ്ങുക.
അത് അതിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾ അത് ഒഴിവാക്കുക. നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകണം. ജസ്റ്റ് പെട്ടെന്ന് എണീറ്റ് ബ്രഷ് ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി ചെറിയൊരു കപ്പ് ഓഫ് ടീ എടുത്തിട്ട് നേരെ വന്നിരുന്നിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് ബാക്കി കാര്യങ്ങളൊക്കെ ഹീറ്റപ്പ് ആയി അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നല്ലൊരു പോർഷൻ സാധനങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. സോ യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ തുടങ്ങാം. അപ്പോൾ നിങ്ങളൊരു 6 hours ഓഫ് സ്ലീപ്പ് മാൻഡേറ്ററി ആണ്. അതിനുശേഷം നേരത്തെ തുടങ്ങുക. അപ്പോൾ ഈ നേരത്തെ തുടങ്ങാൻ ഭാഗത്തിന് നേരത്തെ കിടന്നുറങ്ങുന്നതും വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് നല്ലതാണെന്ന്. ഇത് കഴിഞ്ഞ വർഷത്തെ ഡോപ്പയിലുള്ള ഓൺലൈൻ റിപ്പീറ്റേഴ്സ് സ്റ്റോപ്പേഴ്സ് അവരുടെ ഷെഡ്യൂൾസ് പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അവർ അധിക പേരും രാവിലെ സമയം യൂട്ടിലൈസ് ചെയ്താണ്. കാരണം അവർ പറഞ്ഞ എക്സാക്ട് റീസണും കൂടിയാണിത്. സോ അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. അതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നാലാമതൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നാലാമത്തെ കാര്യം ആക്ച്വലി എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ടേക്ക് ബ്രേക്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ഹാവ് ടു വർക്ക് ലോങ്, ഇഫ് യു ഹാവ് ടു ഗോ ട്രാവൽ ലോങ്, അങ്ങനെ പറയാം. ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഒരുപാട് ദൂരം നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിർത്തി പോകണം. പക്ഷെ നിർത്തുന്നത് ഒരുപാട് ദൂരം ആവാനും പാടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ വളരെ ചെറിയ ചെറിയ ബ്രേക്കുകൾ കൺവീനിയന്റ് ആയിട്ട് എടുക്കുക. സോ എന്തിനൊക്കെ ബ്രേക്ക് എടുക്കാം, എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്രേക്ക് എടുക്കുക, ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ ഷെഡ്യൂളിംഗ് ഇല്ലേ അതിലാക്കി വെക്കുക. അതായത് ഞാൻ രാവിലെ എണീക്കുന്നു, ഞാൻ രാവിലെ ഒരു 5:30 എണീക്കുന്നു, അല്ലെ 5 മണിക്ക് എണീക്കുന്നു, 5:15 10 മിനിറ്റിനുള്ളിൽ തന്നെ പഠിക്കാൻ ആരംഭിക്കുന്നു. ഫസ്റ്റത്തെ റൗണ്ട് ഇരുന്ന് ഞാൻ പഠിക്കുന്നു. ഫസ്റ്റത്തെ റൗണ്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചായ വരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന് പഠിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബ്രേക്ക്, അടുത്ത പഠിക്കുന്നു, കുളിക്കാനൊരു ബ്രേക്ക്, അങ്ങനെ ഓരോ ബ്രേക്ക്. ഓരോ ബ്രേക്കിലും നമ്മുടെ അന്ന് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന കുളി, വാഷിങ്, അങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റീസ് ആണ് കഴിഞ്ഞു പോകേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയം പഠനത്തിൽ നിന്ന് ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ അന്നന്ന് റുട്ടീനിൽ ചെയ്യേണ്ട പല ആക്ടിവിറ്റീസ് നമുക്ക് കഴിഞ്ഞു പോവുകയും ചെയ്യും. സോ ഈ സാധനങ്ങൾ വളരെ റെഗുലർ ആയിട്ട് ചെയ്യും. എനിക്കത് അറിയാം, ഇത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമാണെന്ന്. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ കാര്യം, സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാണ്. സോ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം. നമുക്ക് അത് കേട്ടു നോക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ദാറ്റ് ഈസ് സ്റ്റേ അവേ ഫ്രം ഓൺലൈൻ ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ സ്വന്തം ഫ്രീഡത്തിൽ, വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്നാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. സോ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ആളാണ് ഫോൺ. ഡെഫിനറ്റ്ലി ഈ ഫോണിൽ ഇരുന്നിട്ട് വെറുതെ മെസ്സേജ് ഡിങ് മെസ്സേജ് അടിച്ചുകൊണ്ടിരിക്കും. സോ വാട്സാപ്പ് വരും, ഇൻസ്റ്റാഗ്രാം വരും, യൂട്യൂബ് വരും, യൂട്യൂബിൽ എന്റെ വീഡിയോ വരും, ബാക്കി ചാനൽസിന്റെ വീഡിയോസ് വരും. സോ ഇതൊക്കെ കാണണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമുള്ള കാര്യമായിരിക്കും. സോ ഇതിലേക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കുന്ന സമയം പോകും. സോ ഇതിന് നമ്മൾ മാറ്റി വെക്കണം. എന്തിനെ മാറ്റി വെക്കണം? ഈ ഫോണിനെ മാറ്റി വെക്കണം. സോ ഫോണിനെ മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു മാൻഡേറ്ററി സാധനമായിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഫോൺ, പഠിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൽ നമ്മുടെ ഡോപ്പ ആപ്പ് അല്ലാതെ മറ്റൊരു കാര്യം പോലും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ നമുക്കറിയാം എവിടേക്കാണ് ടൈമില്ല, ഗെയിംസ് ഉണ്ടാവും. സോ അതിലേക്കൊന്നും സമയം വെക്കാതിരിക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അത് ഒഴിവാക്കി വെക്കുക, അത് അൺഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് ഡോപ്പ ആപ്പ് മാത്രം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കൂലേ, സാർ അപ്പോൾ ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോ മറ്റു കാര്യങ്ങൾ വരുന്നതോ അതൊക്കെ ഞാൻ എങ്ങനെ അറിയും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിന് എൻ്റെ ഒരു വഴിയുണ്ട്. അതാണ് എൻ്റെ ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാച്ച് ഗ്രൂപ്പ്സ് ഓൺലൈനിൽ ഉണ്ടാവും, വാട്സാപ്പിൽ ഉണ്ടാവും, പേരൻസ് ഗ്രൂപ്പ്, റിസൾട്ട് വരുന്നത്, കാര്യങ്ങൾ വരുന്നത്, അങ്ങനെ പല സാധനങ്ങളാണ് അല്ലേ. സോ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ 1 or 2 ഫിക്സഡ് ടൈം വെക്കുക എന്നുള്ളതാണ്. അതായത് അധിക സമയം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രാവിലെ ഒരു സമയം വെക്കുക, രാവിലെ മേ ബി 8 മണിന്നൊരു സമയം വെക്കുക, അല്ലെങ്കിൽ 9 മണിന്നൊരു സമയം വെക്കുക, ഈവനിങ് അതുപോലെ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിന്നൊരു സമയം വെക്കുക. 2 സമയത്തും 10 മിനിറ്റ് മാത്രം എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വാട്സാപ്പിലുള്ള നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്സാപ്പ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യും? അത് അമ്മയുടെ ഫോണിലോ അച്ഛന്റെ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അവിടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അമ്മ ആ ഫോണും തരും, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറയാം, നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല, മെന്റർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വൈകുന്നേരം നോക്കാം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ മെന്റർക്ക് നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. സോ അത് ആ സമയത്ത് ചെയ്യാം. സോ ഈ ഒരു സമയത്ത് മാത്രം ഇത് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഡൻസി ഉണ്ടാവും, എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് നോക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം കളയുന്ന കാര്യമാണ്. സോ ഫിക്സ് 2 times, രാവിലെ ആൻഡ് വൈകുന്നേരം 2 സമയം കൃത്യമായിട്ട് വെക്കുക. അത് നമ്മുടെ ഷെഡ്യൂളിന്റെ പാർട്ടാക്കുക. എന്ത്? വാട്സാപ്പ് ചെക്ക് ചെയ്യുക, മെസ്സേജ്, നമ്മുടെ ഗ്രൂപ്പ് മാത്രം, വേറെ ഒന്നും നമ്മൾ നോക്കില്ല എന്നുള്ള കാര്യം. ആൻഡ് ഡെഫിനറ്റ്ലി മക്കളെ ദൂരം മാറി നിന്നോ ഇൻസ്റ്റാഗ്രാമിന്റെ അടുത്ത് നിന്ന്. ഇൻസ്റ്റാഗ്രാം ഈസ് എ
പവർഫുൾ സിൻ. ഡെഫിനറ്റ്ലി അതൊരു പാവം പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോളയും. ഇൻസ്റ്റാഗ്രാമിനെ ബാൻ ചെയ്തോ ഒഴിവാക്കിക്കോ, ഇറ്റ് ഇസ് നോ നീഡ് ടു യൂസ് ദാറ്റ് തിങ്. ഓക്കെ, സോ ആൻഡ് നമുക്ക് ഡോപ്പ ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡോപ്പയിൽ മെന്റേഴ്സിനോട് ചാറ്റ് ചെയ്യാനും അതിന്റെ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ആപ്പിനകത്ത് തന്നെ ഉണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു യൂസ് എനി അതർ തിങ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയില് നോട്ടിഫിക്കേഷൻസ്, മെസ്സേജസ്, മെയിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ 2 പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് 6ാമത്തെ ടിപ്പ്. 7ാമത്തെ കാര്യത്തിലേക്ക് പോയാലോ? 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ടാർഗറ്റ്, ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ്. അത് എപ്പോൾ ഉണ്ടാക്കണം? തലേ ദിവസം രാത്രി. അതായത് ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നാളേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ നാളത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീക്ക്ലി ടൈം ടേബിൾ തന്നിട്ടുണ്ടാവും, ഡെയിലി ഷെഡ്യൂൾ തന്നിട്ടുണ്ടാവും, അടുത്ത എക്സാം ഏതാണെന്ന് അറിയാം. അപ്പോൾ ഓരോ എക്സാമിനും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, ടെക്സ്റ്റ് എത്ര പ്രാവശ്യം വായിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, എത്ര ടൈം പ്രാക്ടീസ് ചെയ്യണം, എത്ര അവേഴ്സ് ടോട്ടലി പഠിക്കാനിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരിക അതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന്റെ ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലാസ്റ്റിലത്തെ കാര്യം എന്നുള്ള രൂപത്തിൽ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഒരുപാട് കുട്ടികൾ പറഞ്ഞു തരലുണ്ട്, വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കും, അനിയൻ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കും, അച്ഛൻ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു തരത്തിൽ ചിന്തിക്കുക. കാരണം അമ്മ, അച്ഛൻ, നമ്മുടെ അനിയൻ, അനിയത്തി അല്ലെങ്കിൽ ചേച്ചിമാര്, ഇവരെല്ലാവരും എന്താണ്, നമ്മുടെ തന്നെ കുടുംബമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നല്ലതാണ്. അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ആരെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പാല് വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമുണ്ട് എല്ലാ ദിവസവും, അല്ലെങ്കിൽ പത്രം എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരണം. സോ അമ്മ അങ്ങനെ സ്ഥിരമായിട്ട് പറയുമായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ പഠിത്തം കുളമായത്. അങ്ങനത്തെ രൂപത്തിലുള്ള എക്സ്ക്യൂസുകൾ ഒരിക്കലും പറയാതിരിക്കുക. 1 or 2 ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് അതിലേക്ക് എൻ്റെ വക ടിപ്പ് ഇതാണ്, യു ഹാവ് ടു ഡു മൾട്ടി ടാസ്കിങ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബയോളജി പഠിക്കുകയാണ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുകയാണ്, അതിനകത്ത് ഒരുപാട് ഡേറ്റ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനിമൽ കിങ്ഡം പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇൻഓർഗാനിക് കെമിസ്ട്രി അല്ല ഒരുപാട് എക്വേഷൻസ് ഉണ്ട്, ഫിസിക്സിന് വലിയ എക്വേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയൊരു പോക്കറ്റ് ഡയറി ആക്കി വെക്കുക. ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ ഇതുപോലത്തെ കുഞ്ഞു ഡയറീസ് ഉണ്ട്. സോ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക, യു ഹാവ് ടു എന്താ പറയുക, ആ ചെറിയ സാധനങ്ങൾ ഇതിനകത്തേക്ക് എഴുതി വെക്കുക. ആൻഡ് നിങ്ങൾ ഇതുപോലത്തെ അതർ വർക്ക്, ഇപ്പോൾ അമ്മ പറയും, അമ്മ ഈ അടുക്കളയിൽ വന്നിട്ട് ഇതൊന്ന് ഇളക്കി തന്നെ എന്ന് പറയുമ്പോൾ അത് ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ നോക്കാൻ പാകത്തിന് നമ്മൾ ഒരു കയ്യിൽ ഇളക്കുകയാണെങ്കിൽ മറ്റേ കയ്യിൽ എന്ത് ചെയ്യുക, ഈ പോക്കറ്റ് ഡയറിയിലുള്ള ഡേറ്റ കണ്ടു നോക്കുക. കടയിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണെങ്കിൽ ഈ സാധനം ചെയ്തു നോക്കുക. സോ അങ്ങനെ മറ്റു വർക്കുകളിൽ എൻഗേജ് ആവുന്ന സമയത്ത് നമ്മൾ മൾട്ടി ടാസ്കിങ് കൂടി ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ നോക്കാം, ഞാൻ ഈ പറഞ്ഞു തന്ന ഓരോ പോയിന്റ്സും ഒന്ന് എഴുതി വെച്ച് നോക്കുക. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക, ഒന്നും കൂടി റീവാലുവേറ്റ് ചെയ്യുക, അതിനുശേഷം തുടങ്ങാം. നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് സീരിയസ്ലി വളരെ ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. വീട്ടിലായതുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്നൊന്നും ആരും പറയരുത്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് 2022 ടോപ്പേഴ്സ് എല്ലാവരും തന്നെ ഓൺലൈനിൽ പഠിച്ച ആളുകളാണ്. ഇവർ 1ാം റാങ്ക് മേടിച്ച് കുട്ടിയടക്കം അവർ വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചത്. സോ വീട് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിൾ പ്ലേസ്. നമുക്ക് ഏറ്റവും ഇമ്പമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ട് എന്തും പോസിബിൾ ആണ്. യു ഹാവ് ടു അറേഞ്ച് ദ തിങ്സ് അക്കോർഡിംഗ്ലി. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി 1, 2, 3, 4 എന്ന് എഴുതുക. അതിനുശേഷം ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടേതായ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത് എന്നുള്ളതും കമന്റ് ചെയ്യുക. ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നല്ലൊരു റിസൾട്ട് നേടുക തന്നെ ചെയ്യും. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.